നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേൾക്കാതിരിക്കാനും പഠിക്കണം. യാത്രക്കിടയിൽ ഒരു ഭിക്ഷു നദിയിൽ നിന്ന് വെള്ളവും കുടിച്ച് തൊട്ടടുത്ത് കണ്ട കല്ലിൽ തലവെച്ച് കിടന്ന് വെള്ളം കോരാൻ വന്നവരിലൊരാൾ ഭിക്ഷുവിൻ്റെ കിടപ്പ് കണ്ട് പറഞ്ഞു, ഭിക്ഷുക്കൾ എല്ലാം ഉപേക്ഷിച്ചവരാണെന്നാണ് ഭാവിക്കുന്നതെങ്കിലും തലയണ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അതിനു പകരം കല്ലായാലും മതി. ഇത് കേട്ട ഭിക്ഷു ഉടനെ കല്ലെടുത്ത് നദിയിലെറിഞ്ഞു. ഇത് കണ്ട രണ്ടാമത്തെയാൾ പറഞ്ഞു, ഭിക്ഷുവാണെങ്കിലും എത്ര പെട്ടെന്നാണ് പ്രകോപിതനാകുന്നത്, ഇനി എന്ത് ചെയ്യും എന്ന് വിഷമിച്ചിരുന്ന ഭിക്ഷുവിനോട് മൂന്നാമത്തെ ആൾ ചോദിച്ചു, എന്തൊക്കെ ഉപേക്ഷിച്ചാലും സ്വന്തം മാനസിക അവസ്ഥ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? അർത്ഥരഹിത ജൽപ്പനം ആളുകളുടെ പൊതു സ്വഭാവമാണ്, പ്രത്യേകിച്ച് അപരൻ്റെ സ്വകാര്യ കാര്യങ്ങളെക്കുറിച്ച്. സംശയത്തിൻ്റെ ആനുകൂല്യം പോലും നൽകാതെ അപരനെക്കുറിച്ചുള്ള അപഖ്യാതിയിൽ രമിച്ച് മനസുഖം കണ്ടെത്തുന്നത് മാനസിക വൈകല്യമാണ്. മുകളിലേക്ക് നോക്കിയാൽ അഹങ്കാരിയെന്നും കീഴോട്ട് നോക്കിയാൽ അന്തർമുഖനെന്നും ചുറ്റും നോക്കിയാൽ അലഞ്ഞു തിരിയുന്നവനെന്നും കണ്ണടച്ചിരുന്നാൽ ഉറക്കം തൂങ്ങിയെന്നും അവർ മുദ്രകുത്തും. അത്തരക്കാരുടെ വിടുവാക്കുകൾക്ക് വില കൊടുത്താൽ തൻ്റേതായതൊന്നും ചെയ്യാൻ കഴിയാതെ വിടവാങ്ങേണ്ടി വരും. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രവർത്തന നിരതർക്ക് പരദൂഷണം പാടി നടക്കാൻ സമയമില്ല. അന്യരുടെ കർമ്മങ്ങളെ നിരീക്ഷിക്കുമ്പോഴും തങ്ങൾക്കെന്തെങ്കിലും അതിൽ നിന്ന് പഠിക്കാനുണ്ടോ എന്നതിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. ലോകത്തിൻ്റെ വിലയിരുത്തലല്ല, സ്വയം വിലയിരുത്തലാണ് പ്രധാനം. ആൾക്കൂട്ടത്തിൻ്റെ വിധിയെഴുത്തുകൾ വിശ്വസിച്ച് തുടങ്ങിയാൽ ചില അപകടങ്ങളുണ്ട്. അപകർഷതാ ബോധത്തിലേക്ക് സ്വയം ചവിട്ടിത്താഴ്ത്തും. ആളുകളെ പ്രീതിപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ മാത്രം ഏർപ്പെടും. അവനവൻ്റെ അഭിരുചികൾ ആർക്കും ഉപകാരപ്പെടാതെ തുരുമ്പെടുക്കും. ലക്ഷ്യ കേന്ദ്രീകൃതമാകില്ല ഒരു കർമ്മവും. മറ്റുള്ളവരുടെ മൂളിപ്പാട്ടുകൾക്കനുസരിച്ച് സ്വന്തം ഉള്ളിലെ സംഗീതം ക്രമീകരിക്കുന്നവർ തങ്ങൾക്കിഷ്ടമുള്ള ഒരു ഗാനം പോലും ആലപിക്കില്ല. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഒരു കർമ്മവും പൂർത്തീകരിക്കാനാകില്ല. അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ ചുറ്റിലും സംഭവിച്ചു കൊണ്ടിരിക്കും. പതറാതെ തുടങ്ങുക എന്നത് മാത്രമാണ് പരിഹാരം. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം.